ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡിലൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ആയിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വീട്ടിൽ ഡോറിന് ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഗ്യാപ്പ് അടയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. ഞാൻ ഓൺലൈനിലാണ് വാങ്ങിയത്. 6 പീസ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. 6 പീസുള്ള ഈ ഒരു പാക്കിന് 160 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പം അധികം റേറ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാക്കിങ് വരുന്നത്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. ഇത്രയും നീളമുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മളെ ഡോറിന് അതിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു കത്രിക എടുത്തിട്ട് ആ ഡോറിൻ്റെ അതേ മെഷർമെൻ്റ് എടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു റൂമിൻ്റെ ഡോറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ അതേ അളവിൽ ഞാൻ മെഷർമെൻ്റ് എടുത്ത് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിപ്പം ഈ ഒരു ഡോറിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രേ പരിപാടിയുള്ളൂ. നമ്മൾ മെഷർമെൻ്റ് എടുക്കുക, ഡോറിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് നല്ലപോലെ ഫിക്സായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിത് ബാത്റൂമിനൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് വാഷബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് വാഷ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ സ്ക്രബ് ചെയ്ത് ഒന്നും ഇതാക്കാണ്ട് നിന്നാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ എ സി ഒക്കെ ഉള്ള റൂമാണെന്ന് വിചാരിച്ചോ. ആ എ സി ഒക്കെ ഉള്ള റൂമിൻ്റെ ഡോറിന് ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ തണുപ്പൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഡോറിൻ്റെ ഗ്യാപ്പിനുള്ളിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ എ സിയുടെ തണുപ്പൊക്കെ കുറേ ടൈം കൂടി നമുക്ക് കിട്ടും. പിന്നെ പാറ്റ, പല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡോറിൻ്റെ ഗ്യാപ്പ് കൂടെ വരുവാണെങ്കിൽ നമുക്കത് വരുന്നതും തടയാൻ പറ്റും കേട്ടോ. ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ഗ്യാപ്പ് കുറച്ചധികം ഉണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു റൂമിൽ എ സി ഉണ്ട്. അതുകൊണ്ട് തന്നെ എ സി ഒക്കെ ഇട്ട് കുറച്ച് കഴിയണം റൂമൊന്ന് തണുക്കണം എന്നുണ്ടെങ്കിൽ. നമ്മൾ എ സി ഒക്കെ ഉള്ള റൂമാണെങ്കിൽ ഹെയർ ഹോൾസ് അടയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ആ റൂമിന് പോക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ പോക്കറ്റൊക്കെ നമ്മൾ അടയ്ക്കും. എന്നാലും ഈ ഒരു ഡോറിൻ്റെ ഗ്യാപ്പ് നമ്മൾ അടയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, തണുപ്പ് പെട്ടെന്ന് കുറഞ്ഞു പോകില്ല. രണ്ടാമത്തെ കാര്യം, പാറ്റ, പല്ലി അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് നമ്മുടെ റൂമിലേക്ക് കയറി വരത്തുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡോറൊക്കെ നമുക്ക് നനയാതെ സംരക്ഷിക്കാനും പറ്റും. ഇത് നമുക്ക് ബാത്റൂമിൻ്റെ ഡോറിനും വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് അവർ വെള്ളമൊക്കെ ഒഴിച്ച് കളിക്കും. അത് നമ്മൾ റൂമിലേക്ക് വരാതിരിക്കാൻ ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം മക്കൾ 2 പേരും കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത് ബാത്റൂമിൻ്റെ ഡോറിന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ലെവലിലാണ് ഇത് ഉണ്ടാകുക. ഡോറിൻ്റെ അവിടെ വെള്ളമുണ്ട്, പക്ഷേ ഇതകത്തേക്ക് വരാതെ ഇത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് തുടച്ച് കൊടുത്താൽ മതി. ഇത് റൂമിൻ്റെ ഡോറിനും ബാത്റൂമിനും മാത്രമല്ല കേട്ടോ, കിച്ചൻ്റെ ഡോറിന് വയ്ക്കാം, സ്റ്റോർ റൂമിൻ്റെ ഡോറിന് വയ്ക്കാം. കിച്ചണിലൊക്കെ ഇപ്പം പാറ്റയും പല്ലിയും ഒക്കെ ഉണ്ടാവൂലേ, അത് നമ്മുടെ ഡൈനിങ്ങിലും റൂമിലൊക്കെ വരാതെ ഈ ഒരു പ്രോഡക്റ്റ് തടയും കേട്ടോ. മൾട്ടി പർപ്പസ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി അത് കാണിച്ച് തന്നതെന്ന് മാത്രം. എത്ര ക്ലീൻ ചെയ്താലും സ്റ്റോർ റൂമിലും അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ഒരു പാറ്റയോ അല്ലെങ്കിൽ പല്ലിയോ ഉണ്ടാവൂലേ, അത് നമ്മുടെ ഡൈനിങ്ങിലായാലും വീടിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരാതെ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ അടിയിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് നമുക്കത് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും.
ഇത് ഞാനിപ്പോൾ കിച്ചണിൻ്റെ ഡോറിന് മാത്രമല്ല സ്റ്റോർ റൂമിൻ്റെ ഡോറിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂമിൻ്റെ ഡോറിന് നിങ്ങൾ വെക്കുമ്പോൾ ഇതിൻ്റെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓരോ റൂമിൻ്റെയും കട്ട് ചെയ്ത പീസിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനൊക്കെ കുറച്ചധികം വലിയ പീസ് തന്നെ കിട്ടിയിട്ടുണ്ട്. വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ സ്റ്റോർ റൂമിന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് കാണുന്നൊരു സ്പേസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് ആർക്കും പെട്ടെന്ന് അതാണെന്ന് മനസ്സിലാവില്ല. ഈ ഒരു പീസൊക്കെ വെറുതെ കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ സ്റ്റോർ റൂമിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അധികം പ്രൈസൊന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് ഇത്. നമ്മുടെ വീട്ടിലെ ഡോറിന് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്, വാഷബിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.